ഈ ജനത്തിന്റെ മേലെ ഏത് സർക്കാരിനും കുതിര കയറാം, ഏത് അതോറിറ്റിക്കും കുതിര കയറാം. ആരും ഒന്ന് തിരിച്ച് കമാന്നൊരു അക്ഷരം പറയാനുള്ള ആർജവം കേരളത്തിലെ പൊതുസമൂഹത്തിന്, യുവാക്കൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറയേണ്ടി. അത് പറഞ്ഞൊരു കണക്കിനനുസരിച്ച് 1.5 കോടി ജനങ്ങൾ ഒലിച്ചു പോകുന്നങ്ങണ്ട് അത് പറഞ്ഞതെന്ന എന്റെ ഒരു ഓർമ്മ അല്ലേ? ഒലിക്കാനൊന്നും നേരം കിട്ടൂല. നമ്മളിപ്പോ ഈ മുല്ലപ്പെരിയാർ ഡാമിന്റെ അടിയിൽ 1 ലക്ഷത്തോളം ഫാക്ടറികളുണ്ട്. മൊത്തത്തിൽ കേരളത്തിൽ 2 ലക്ഷത്തോളം ചെറുതും വലുതുമായ ഫാക്ടറികളുണ്ട്. അതില് 1 ലക്ഷത്തിൽ അടുത്ത ഫാക്ടറികൾ ഈ മുല്ലപ്പെരിയാർ ഡാമിന്റെ അടിയിലാണ്. അതില് ഒരു ഈഥൈനോ ബെൻസീനോ രണ്ടും പോയിസണസ് ഗ്യാസസ് ആണ്. അത് സ്റ്റോർട്ടപ്പ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ഫാക്ടറി, കുറെ ഫാക്ടറി ഉണ്ട്, അതിൽ ഒരെണ്ണം തകർന്നാൽ പോലും ഭോപ്പാൽ ട്രാജഡി പോലെ കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജനങ്ങൾ വീഴും, കാറ്റടിക്കുന്ന. ഈ കൊച്ചിൻ ഓയിൽ റിഫൈനറിലെ ക്രൂഡ് ഓയിൽ കേരളം മുഴുവൻ വ്യാപിച്ചാൽ പിന്നെ ഇവിടെ പുല്ല് പോലും മുളയ്ക്കത്തില്ല. ഇപ്പൊ നമ്മുടെ ദൈവത്തിന്റെ നാട് ഒരു മരുഭൂമി കണക്ക്. ഡെവിൾസ് ഓൺ കൺട്രി ആവും, ഗോഡ്സ് ഓൺ കൺട്രി അല്ലേ? നൈസ് ആക്ഷൻ മീഡിയയ്ക്ക് വേണ്ടി തമ്പി നാഗാർജുന, നമസ്തേ. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതനായ അഡ്വക്കേറ്റ് റസൽ, അഥവാ ഡാം റസൽ, അഥവാ മുല്ലപ്പെരിയാർ റസൽ, അഥവാ വിപ്ലവകാരിയായ റസൽ, അഥവാ ഒറ്റയ്ക്കുള്ള പോരാളി, എന്ത് വിശേഷണവും അദ്ദേഹത്തിന് ചേരും. ഒരു വ്യാഴവട്ടമായിട്ട് മുല്ലപ്പെരിയാർ ഇപ്പം പൊട്ടും ഇപ്പം പൊട്ടും ഇപ്പം പൊട്ടും എന്നും പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയ ഒരു വിപ്ലവകാരിയായിട്ടാണ് ഇദ്ദേഹത്തിന് ഇപ്പം ജനങ്ങൾ അറിയുന്നത്. സത്യസന്ധമായ പെരുമാറ്റം കൊണ്ടും എല്ലാം കൊണ്ടും. പക്ഷേ ഇദ്ദേഹത്തിന്റെ നിരപരാധിത്വവും ഇതുവരെ മുല്ലപ്പെരിയാറിന് മനസ്സിലായില്ല. അതിൽ അദ്ദേഹം വിഷണ്ണനാണ്. അപ്പൊ നൈസ് ആക്ഷൻ മീഡിയയ്ക്ക് വേണ്ടി എൻ്റെ ഓരോ സംശയങ്ങളാണ് എൻ്റെ വക്കീൽ നിങ്ങളോട് ചോദിക്കാനുള്ളത്. നമുക്ക് 1947 സ്വാതന്ത്ര്യം കിട്ടിയെന്നല്ലേ പറയുന്നത്. അപ്പൊ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമ്മൾ ജനങ്ങൾ രാജാക്കന്മാരല്ലേ? അതെ. അപ്പൊ പിന്നെ നമ്മൾ എന്തിനാ ഈ സെക്രട്ടേറിയറ്റ് അവിടെയൊക്കെ പോയി പോലീസിന്റെ തല്ലും കൊണ്ട് അടിയും കൊണ്ട് നിങ്ങൾ ശവപ്പെട്ടിയൊക്കെ ഉണ്ടാക്കേണ്ടത്? നിങ്ങൾക്ക് ഒരു ലെറ്ററിൽ കൂടെയോ അല്ലെങ്കിൽ CM-നെയോ അല്ലെങ്കിൽ കണ്ട മിനിസ്റ്റർ അടുത്തോ ഇത് ചെയ്യണമെന്നൊരു ഓർഡർ ഇടാനുള്ള താക്കത്തില്ലേ? അതെ, ജുഡീഷ്യറിക്ക് പറ്റും. പക്ഷെ ജുഡീഷ്യറിക്ക് പരിമിതികളുണ്ട്. എങ്ങനെ? ഇത് നമ്മുടെ പണ്ട് EMS പറഞ്ഞത് ഓർമ്മയുണ്ടോ താങ്കൾക്ക്? എനിക്ക് ഓർമ്മയില്ല. 57 ഭരണം കിട്ടി. ഭരണം കിട്ടിയപ്പോ സഖാക്കള് വിചാരിച്ചത് അടക്കി കേരളത്തെ മൊത്തത്തിൽ അങ്ങ് ഭരിച്ചു കളയാന്നാണ്. പക്ഷെ EMSന്റെ ഒരു പ്രസിദ്ധമായ ഡയലോഗ് ഉണ്ട്, ഭരണമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ, കൂടം അപ്പുറത്താന്ന്. അതായത് നമ്മുടെ ഭരണഘടനയുടെ 3 കൂടങ്ങൾ ഏതൊക്കെയാ പറ? ജുഡീഷ്യറി, ലെജിസ്ലേഷൻ, ബ്യൂറോക്രസി. അതിലേറ്റവും നശിച്ച ബ്യൂറോക്രസി ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേച്ചർ. ഇങ്ങനെ 3 കൂടങ്ങളാണുള്ളത്. അതില് ലെജിസ്ലേച്ചർ മാത്രമേ EMSന് കിട്ടിയുള്ളൂ, ബാക്കി 2 അപ്പുറത്ത് കിടക്കുന്നത്. അപ്പോ ഒരു ഉണർവ് ഉണ്ടാകണമെങ്കിൽ അൾട്ടിമേറ്റ്ലി ഒരു പബ്ലിക് സാങ്ഷൻ വേണം. അതിനാണ് ഈ സെക്രട്ടേറിയറ്റ് നടയിൽ പോയി സത്യാഗ്രഹം ഇരിക്കുന്നത്, ജനങ്ങൾ കൂടുന്നിടത്ത് മൈക്ക് വെച്ച് സംസാരിക്കുന്നത്. പബ്ലിക് ഒപ്പീനിയൻ, പബ്ലിക് സാങ്ഷൻ എന്ന് പറയുന്നതിന് വലിയ ഒരു ഫോഴ്സ്. അപ്പോ നിങ്ങൾ പോയിട്ട് എന്താണ് ഇപ്പൊ ചെയ്തത് വെച്ചാൽ, ഇപ്പൊ ഒരു വ്യാഴവട്ടമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവൻ തന്നെ ഇതിനു വേണ്ടിയാണെന്ന് പറയാം. എന്താണ് നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഗ്രാഫ്? കാര്യം ഞങ്ങൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അതായത് ഇപ്പോ ലേറ്റസ്റ്റ് ഞാനാണ് കേരളത്തിന് അനുകൂലമായ 1-2 വിധികൾ സമ്പാദിച്ചത്, സുപ്രീം കോടതിയിൽ നിന്നും. കേരള സർക്കാർ അല്ല. അപ്പൊ ഇതിപ്പോ 3ാമത്തെ വിധിയാണ്. 3ാമത്തെ വിധിയിൽ പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതി, അത് ചീഫ് ജസ്റ്റിസ് ബെഞ്ച് തന്നെയാ പറഞ്ഞിരിക്കുന്നത്, ഈ ഡാം പൊളിച്ചു കളയാതിരിക്കാൻ കാരണം ഉണ്ടെങ്കിൽ പറയണം എന്നാണ് തമിഴ്നാടിനോടും കേന്ദ്ര സർക്കാരിനോടും കേരള സർക്കാരിനോടും പറഞ്ഞിട്ടുള്ളത്. പൊളിച്ചു കളയാതിരിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നാണ്. കാരണം 130 വർഷം പഴക്കമായേ, അതാണ്. അപ്പം ഇവരാരും റെസ്പോണ്ട് ചെയ്യുന്നില്ലേ? അതില്ല. അതാണ് വലിയ പ്രശ്നം. കേരള സർക്കാർ ആദ്യം തന്നെ ഇത് പൊളിച്ചു കളയണോ വേണ്ടേന്ന് പറയേണ്ട ഒരു സർക്കാർ കേരള സർക്കാരാണ്. അപ്പൊ ഷണ്ടത്വം ബാധിച്ചിരിക്കുകയാണ് കേരള സർക്കാരിന്. തീർച്ചയായിട്ടും കേരള സർക്കാരിന് മാത്രമല്ല, ഇവിടുത്തെ പ്രതിപക്ഷത്തിനും അത് തന്നെയാണ്. അപ്പൊ ജനങ്ങളെ നിങ്ങൾ എപ്പോഴും ഇരുട്ടിൽ താമസിപ്പിക്കുകയാണ്. ഈ കൊച്ചിൻ ഓയിൽ റിഫൈനറിലെ ക്രൂഡ് ഓയിൽ കേരളം മുഴുവൻ വ്യാപിച്ചാൽ പിന്നെ ഇവിടെ പുല്ല് പോലും മുളയ്ക്കത്തില്ല. ഇപ്പൊ നമ്മുടെ ദൈവത്തിന്റെ നാട് ഒരു മരുഭൂമി കണക്ക്. ഡെവിൾസ് ഓൺ കൺട്രി ആവും, ഗോഡ്സ് ഓൺ കൺട്രി അല്ലേ? നിങ്ങൾ അന്ന് പറഞ്ഞൊരു കണക്കിനനുസരിച്ച് 1.5 കോടി ജനങ്ങൾ ഒലിച്ചു പോകുന്നങ്ങണ്ട് അന്ന് പറഞ്ഞതെന്ന എന്റെ ഒരു ഓർമ്മ അല്ലേ? ഒലിക്കാനൊന്നും നേരം കിട്ടൂല. നമ്മളിപ്പോ ഈ മുല്ലപ്പെരിയാർ ഡാമിന്റെ അടിയില് 1 ലക്ഷത്തോളം ഫാക്ടറികളുണ്ട്. മൊത്തത്തിൽ കേരളത്തിൽ 2 ലക്ഷത്തോളം ചെറുതും വലുതുമായ ഫാക്ടറികളുണ്ട്.
അതില് 1 ലക്ഷത്തിൽ അടുത്ത ഫാക്ടറികൾ ഈ മുല്ലപ്പെരിയാർ ഡാമിന്റെ അടിയിലാണ്. അതില് ഒരു ഈഥൈനോ ബെൻസീനോ രണ്ടും പോയിസണസ് ഗ്യാസസ് ആണ്. അത് സ്റ്റോർട്ടപ്പ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ഫാക്ടറി, കുറെ ഫാക്ടറി ഉണ്ട്, അതിൽ ഒരെണ്ണം തകർന്നാൽ പോലും ഭോപ്പാൽ ട്രാജഡി പോലെ കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജനങ്ങൾ വീഴും. കാറ്റടിക്കുന്നിടത്തൊക്കെ ജനങ്ങൾ വീഴും എന്ന് പറഞ്ഞാൽ ബോർഡർ സ്റ്റേറ്റ് ഓഫ് കർണാടകയും ബോർഡർ ഡിസ്ട്രിക്ട്സ് ഓഫ് കർണാടകയും ബോർഡർ ഡിസ്ട്രിക്ട് ഓഫ് തമിഴ്നാടും അഫക്ട് ചെയ്യും. പിന്നെ ഈ കൊച്ചിൻ ഓയിൽ റിഫൈനറിലെ ക്രൂഡ് ഓയിൽ കേരളം മുഴുവൻ വ്യാപിച്ചാൽ പിന്നെ ഇവിടെ പുല്ല് പോലും മുളയ്ക്കത്തില്ല. ഇപ്പൊ നമ്മുടെ ദൈവത്തിന്റെ നാട് ഒരു മരുഭൂമി കൺട്രി ആവും, ഗോഡ്സ് ഓൺ കൺട്രി അല്ലേ? അല്ല, അപ്പൊ ഇവര് ഇത്രയും വിദ്യാഭ്യാസ വിചക്ഷണരും 100% വിദ്യാസമ്പന്നരുമായ മലയാളികൾക്ക് ഇതിലൊന്നും ഒരു ഉത്കണ്ഠയില്ലേ? അതില് ഇപ്പൊ താങ്കൾ പറഞ്ഞാല് എനിക്ക് 100% നിരക്ഷരൻ എന്നാണോ പറഞ്ഞത്? വിചക്ഷണര്. അതിപ്പോ വിവേകാനന്ദനോട് ഒന്ന് ചോദിച്ചു നോക്കണം. വിവേകാനന്ദൻ പണ്ടൊരിക്കൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ മൊത്തം ഭ്രാന്തന്മാരാണെന്ന് പറഞ്ഞു. ഭ്രാന്താലയമാണ് കേരളം എന്ന് പറഞ്ഞിരുന്നത്. പിന്നെ പറയാനില്ലല്ലോ. ഇപ്പൊ വന്നു കഴിഞ്ഞാൽ ഒന്നോടെ കൂട്ടുമെന്ന് എനിക്ക് തോന്നണേ. ഒരു ബോധമില്ലാത്ത പൊട്ടന്മാരായ കുറെ ആൾക്കാര് താമസിക്കുന്ന ഒരു സ്ഥലം, പ്രതികരണ ശേഷി ഇല്ലാത്ത സ്ഥലം. ഈ ജനത്തിന്റെ മേലെ ഏത് സർക്കാരിനും കുതിര കയറാം, ഏത് അതോറിറ്റിക്കും കുതിര കയറാം. ആരും ഒന്ന് തിരിച്ച് കമഹെന്നൊരു അക്ഷരം പറയാനുള്ള ആർജവം കേരളത്തിലെ പൊതുസമൂഹത്തിന്, യുവാക്കൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. പക്ഷെ ഇവിടെ ഓർഗനൈസ്ഡ് ക്രിമിനാലിസം നിലനിൽക്കുന്നതുകൊണ്ടല്ലേ ഇത്? കാര്യം പോലീസിങ് എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടമില്ലാത്ത ആരെയും വിടുക, തല്ലിക്കുക, അകത്തിടുക, അങ്ങനെ ഒരു പഴയൊരു ബ്രിട്ടീഷ് പോലീസ് സിസ്റ്റമാണ് ഇപ്പോഴും ഉള്ളത്. അത് പേടിച്ചിട്ടല്ലേ ജനങ്ങൾ ഇങ്ങനെ പാവങ്ങളായിട്ടിരിക്കുന്നു, പ്രതികരിക്കാത്തത്? അത് ശരിയാണ്. അത് ടോട്ടലി ശരിയാന്ന് പറയാൻ പറ്റില്ല. അതിലൊരു അർത്ഥമല്ല, 99% സത്യം ഉണ്ടെന്ന് പറയണം. 99%. നിങ്ങൾ തീവ്രവാദിയാണല്ലേ? അല്ല, അത് കോടതി പറഞ്ഞാണല്ലോ, കോടതി പറഞ്ഞാണല്ലോ. അത്രയും വേണ്ട. ഓർമ്മയില്ലേ? അല്ല, കോവിഡ് വാക്സിൻ സമയത്ത് ഞാൻ കേസ് കൊടുത്തപ്പോൾ ദേവൻ രാമചന്ദ്രന്റെ അടുത്ത് AG പറഞ്ഞ അങ്ങനെയാണല്ലോ, ഈ തമ്പി നാഗാർജുന ഒരു തീവ്രവാദിയാണ്. അങ്ങനെ പറയരുത്. ഒരു ജുഡീഷ്യൽ ഓഫീസറൊക്കെ ബഹുമാനം കലർത്തി ഞാൻ പറയാറില്ല. അവര് എന്റെ നികുതി പണം അവർക്ക് ശമ്പളം കൊടുക്കുന്നിടത്തോളം കാലം ഞാൻ അവരെ സ്ലേവ് ആയി റിമെയിൻ എന്നുള്ള സാറിന് വിളിക്കില്ല. ഞാൻ മിസ്റ്റർ പ്രസിഡന്റ് തുടങ്ങി വില്ലേജ് ഓഫീസിലെ പിയൂണിനെ വരെ അയാളുടെ പേരിൽ സംബോധന ചെയ്യാറുള്ളൂ. അതിൽ കുറഞ്ഞുള്ള ബെനിഫിറ്റ്സ് എനിക്ക് കിട്ടിയാൽ മതി. താങ്കൾ എന്താ ചോദിച്ചാൽ നമ്മൾ വിഷയത്തിൽ നിന്ന് പോയിട്ടില്ല. നിങ്ങൾ ഇത്രയൊക്കെ ചെയ്തിട്ടും ഈ നിങ്ങൾ പറഞ്ഞ ഇത്രയും, അതായത് ഇങ്ങനെ കത്തിക്കാൻ പാകത്തിന് ഗ്യാസിന്റെ മുമ്പിലാണ് ഈ പറഞ്ഞ കേരളം നിൽക്കുന്നതെന്നും ഒരൊറ്റ തീപ്പെട്ടി സ്പാർക്കിൽ ഇത് ആവിയായി പോകുന്നു, കർണാടകവും കേരളവും ഒക്കെ കത്തിപ്പോന്ന് പറഞ്ഞ, അപ്പൊ ഇവരാരും ഇതിനെക്കുറിച്ച് ബോധേഡല്ല എന്ന് ഞാൻ ചോദിക്കുന്നത്. ബോധേഡല്ല, അതാണ്. അതായത് ഇത് ഒരു ബിസിനസ് ആക്കി എടുത്തിരിക്കുകയാണ്. മുല്ലപ്പെരിയാർ ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊന്മുട്ടയിടുന്ന ഒരു താറാവാണ്. അത് നമ്മൾ രണ്ടുപേരും കൂടിയല്ലേ ശ്രീ അണ്ണാമലയെ പോയി കണ്ടത്? തീർച്ചയായിട്ടും. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഈ കേരളത്തിലെ അണ്ണാമലൈ എന്ന് വെച്ചാൽ പ്രേക്ഷകർക്ക് വേണ്ടി പറയാം, തമിഴ്നാടിന്റെ BJP ഘടകം പ്രസിഡന്റ് അണ്ണാമലൈ IPS. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഇത് തമിഴ്നാടിലെ രാഷ്ട്രീയക്കാർക്കും കേരളത്തിലെ രാഷ്ട്രീയക്കാർക്കും മുല്ലപ്പെരിയാർ ഡാം ഒരു പൊന്മുട്ടയിടുന്ന താറാവാണ്. അത് തന്നെയാണ് ഞാൻ 10-12 വർഷങ്ങളായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സമരം നടത്തുന്നവർക്കും ഇപ്പൊ ഒരു പൊന്മുട്ടയിടുന്ന താറാവാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം മുല്ലപ്പെരിയാർ സമരസമിതി അവിടെ സമരം നടത്തി ചപ്പാത്തില്. അവരെ ജനങ്ങൾ തല്ലി ഓടിക്കുന്ന കാഴ്ച പിന്നീട് ഞാൻ കണ്ടു. തമിഴ്നാട്ടിൽ അവര് പറഞ്ഞിട്ട് റസൽ ജോയ് ഒരു 100 കോടി രൂപ ഇതിൽ നിന്ന് മിനിമം സമ്പാദിച്ചിട്ടുണ്ടെന്നൊക്കെയാണല്ലോ. പക്ഷെ ഞാൻ ഒരു ദിവസം വന്നപ്പോ ഇത് ഇരുത്തിക്കൊണ്ട് പറയുന്നത് ക്ഷമിക്കുക, അന്ന് മഴയുള്ള സമയത്തായിരുന്നു. റസലിന്റെ വീട്ടിൽ ചെന്നപ്പോ ഓടിന്റെ ഇടയിൽ കൂടെ വെള്ളം ചോരുന്നത്. അപ്പൊ ഞാനിരുന്ന് ആലോചിച്ച, അമ്മോ, ഇത്രയും വലിയ രാഷ്ട്രീയ കള്ളനാണ് 100 കോടി രൂപ ബാങ്കിലിട്ടിട്ട് ഈ വെള്ളം വീഴുന്ന വീട്ടില് ഭാര്യ ഇയാളെ കൂടെ വെള്ളം തുടച്ചു കളയുന്നത്. ഇത് ഇത്രയും വലിയ തന്ത്രമാണോ എന്ന് എനിക്ക് സംശയം തോന്നി. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി, 100 കോടിയുള്ളവരെന്തായാലും ഈ ചോരുന്ന ഓടിന്റെ ഇട നിൽക്കത്തില്ല. പക്ഷെ യേശുക്രിസ്തുവിനെ പോലും തെറ്റിദ്ധരിച്ച ഒരു ജനതയാണല്ലോ നമ്മുടേത്. അപ്പൊ ഇതിന്റെ പ്രതിവിധി എന്താണ്? നിങ്ങൾക്ക് ഈ 100 കോടി വരെ എണ്ണാൻ അറിയാവുള്ളൂ. അതേ എനിക്ക് കേട്ടോളൂ. ഒരു പോലീസ് ഇൻസ്പെക്ടറെ കണ്ട് വിളിച്ചു പറഞ്ഞു, റസല് உங்களுக்கு ഇவ்வளவு കാശ് ഇങ്ങ വെച്ചിരിക്കും, ഇങ്ങ ഒന്നും ഇങ്ങനെയൊക്കെ. ഇതിൽ നിന്ന് 50,000 കോടി രൂപയുടെ കാർഷിക വരുമാനം തമിഴ്നാട് എക്സ്ചക്കറിൽ വരുന്നുണ്ട്. 468 കോടി രൂപയുടെ ഇലക്ട്രിസിറ്റി ഫ്രീ ഇലക്ട്രിസിറ്റി അവർ എടുക്കുന്നുണ്ട്. നമുക്ക് എത്ര രൂപ തരുന്നുണ്ട്? ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ
എനിക്ക് 100 കോടി തന്നെന്ന് പറഞ്ഞാൽ എന്നെ അവര് അങ്ങനെയിരിക്കില്ലല്ലേ? അല്ല ഇവനെ എഴുന്നേറ്റ് ചീള് പോകാൻ പറയും. കേസ്, ചീള് കേസ്. ചീള് കേസ് പോവാം. അപ്പൊ ഒരു പൂജ്യം കൂടെ വേണ്ടി വരും അല്ലേ? ആ ഒരു പൂജ്യം കൂടെ ആണെങ്കിൽ അവര് എന്നെ ബഹുമാനിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. കേട്ടാ, അല്ല, നമുക്ക് ഇലക്ട്രിസിറ്റിക്ക് അവർ എത്ര രൂപ തരുന്നത്? അവര് ഇലക്ട്രിസിറ്റി ഒരു യൂണിറ്റ് പോലും നമുക്ക് തരുന്നില്ല. ആ. നമ്മള് ഈ നാഷണൽ ഗ്രിഡിൽ നിന്നും പുറത്തുനിന്നും ഒക്കെ ഇലക്ട്രിസിറ്റി വാങ്ങാണ്. ഒരു 5 കൊല്ലം മുമ്പുള്ള KSEBയുടെ കണക്ക് പ്രകാരം 5000 കോടി രൂപയുടെ ഇലക്ട്രിസിറ്റി നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നുണ്ട്. ഈ 5000 കോടി ഇവിടെ ജനത്തിന് വീതിച്ചു കൊടുത്താല് അവര് ഇത് വെക്കൂല, എന്താണ്, സൗരോർജ പ്ലാന്റുകൾ വെക്കും. സോളാർ പ്ലാന്റ് ഫ്രീ ആയിട്ട് കൊടുത്താൽ പോരെ. ഓരോ വർഷം 5000 കോടി പുറത്തുനിന്ന് വാങ്ങുന്ന പണം അതിലൊരു പകുതി എടുത്ത് ഇവിടുത്തെ ജനങ്ങൾക്കെല്ലാം വീതിച്ചു കൊടുത്ത ജനങ്ങള് സോളാർ വൈദ്യുതി ഉണ്ടാക്കി നാഷണൽ ഇവർക്ക് തന്നെ കൊടുക്കൂല. ഇവർക്ക് തിരിച്ചു കൊടുക്കാം. ഇവർക്ക് തന്നെ കൊടുക്കൂല. അവരുടെ ആവശ്യം കഴിഞ്ഞ് തിരിച്ചു കൊടുക്കൂലേ. അപ്പൊ എന്താ വെച്ചാൽ ഈ 5000 രൂപയുടെ കമ്മീഷൻ കിട്ടൂല. ആ ഉട്ടോപ്യൻ ഭരണമാണ് ഇവിടെ. അടുത്ത അധ്യായത്തിൽ ഇതിന്റെ ഇലക്ട്രിസിറ്റിയെ കുറിച്ചും ബാക്കി കാര്യങ്ങളെ കുറിച്ചുള്ള ചർച്ച നമുക്ക് തുടരാം. നന്ദി.